Hi friends, I am Dr. Rajendran, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗൗട്ടിനെ പറ്റിയാണ്. ഗൗട്ടി ആർത്രൈറ്റിസ്. അപ്പോൾ ഇതൊരു മെറ്റബോളിക് ഡിസോർഡറാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടും. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ബ്ലഡിൽ കൂടും. ബ്ലഡിൽ കൂടുന്ന അതനുസരിച്ച് തന്നെ മറ്റുള്ള ബോഡി ഫ്ലൂയിഡുകളിലും ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കൂടും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നാമതായിട്ട് ആർത്രൈറ്റിസ് അതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പെയിനാണ്. ഇപ്പോൾ സഡൻ ഓൺസെറ്റ് ഓഫ് പെയിൻ. അപ്പോൾ ഈ പെയിൻ വന്നിട്ട് ചിലപ്പോൾ ഇദ്ദേഹം കിടന്ന് ഉറങ്ങിയിരിക്കും. ഉറക്കത്തിൽ നിന്ന് പെയിൻ കൂടുതലായതുകൊണ്ട് ചാടി എണീക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് നല്ല നീര് വന്ന് വീങ്ങിയിരിക്കും. പിന്നെ നല്ല റെഡ് കളറായിരിക്കും. അതിൻ്റെ പുറമേ നല്ല റെഡ് കളറായിരിക്കും. പിന്നെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ഒരു ടെമ്പറേച്ചർ, അതിൻ്റെ പുറത്തുള്ള ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, ചൂടനുഭവപ്പെടും. അതുപോലെ അതിൻ്റെ പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല തിളക്കം, ആ സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ, ഈ ഗൗട്ടി ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ ഇതിൻ്റെ ബോഡി ഈ ഫ്ലൂയിഡിൽ ഈ ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ ടെൻഡനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിനും ഉണ്ട്. ടെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സംഗതികൾ, ഇത് ഈ വടി പോലിരിക്കുന്നു. അപ്പോൾ അത് ഒരു മസിൽസ് ആ ഓരോ ബോണിനെ അറ്റാച്ച് ചെയ്യുന്ന അത് ഈ ടെൻഡൻ വഴിയാണ്. അപ്പോൾ ഈ ടെൻഡൻ്റെ പുറത്ത് ഒരു ലെയർ ഉണ്ട്, ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ ഇതിനിടക്കുള്ള ഫ്ലൂയിഡിൽ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആകും. അപ്പോൾ ഇതിന് പറയുന്നത് ടീനോസൈനോവൈറ്റിസ് എന്ന് പറയും. ടീനോസൈനോവൈറ്റിസ്. അടുത്തതായിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ തരുണാസ്ഥികൾ, കാർട്ടിലേജുകളുടെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോയിൻറ്റിലും കാർട്ടിലേജുകളുണ്ട്, തരുണാസ്ഥികളുണ്ട്. അതിൻ്റെ പുറത്ത് ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഓരോ ജോയിൻറ്റിനും ചുറ്റിനും ബേഴ്സകളുണ്ട്. ഈ ബേഴ്സകളുടെ അകത്ത് ഈ ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യും. അടുത്തതായിട്ട് ടോഫി എന്ന് പറയുന്നത് അത് ഈ ജോയിൻറ്റുകളിൽ ഈ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ജോയിൻറ്റുകളിൽ മാത്രമല്ല ടെൻഡൻ്റെ പുറത്ത് വെക്കുക യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇത് ഒരു അറ്റാക്ക് കൊണ്ട്, ഗൗട്ടിൻ്റെ ഒരു അറ്റാക്ക്, ഒരു അക്യൂട്ട് അറ്റാക്ക് കൊണ്ട് ഉണ്ടാകത്തില്ല. പല ഗൗട്ടി അറ്റാക്കുകൾ വന്നിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ബോണിൻ്റെ ആ സന്ധികളുടെ മൂവ്മെൻറ്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അവിടെ ആ ഭാഗത്തിന് ഒരു ഡീഫോമിറ്റി വരാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മൂത്രത്തിൽ, കിഡ്നിയിലുമൊക്കെ കല്ലുകൾ വരാം. മൂത്രത്തിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്ത് കല്ലുകളുണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാന സംഭവങ്ങൾ ആർത്രൈറ്റിസ്, ടീനോസൈനോവൈറ്റിസ്, പിന്നെ കാർട്ടിലേജിൻ്റെ അകത്തൊക്കെ ഈ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് വരിക, ടോഫി ഉണ്ടാകുക, പിന്നെ ഈ ക്രിസ്റ്റൽസ്, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് യൂറിനിൽ വന്നിട്ട് മൂത്രത്തിൽ അല്ലെങ്കിൽ കിഡ്നിയുടെ അകത്ത് കല്ലുണ്ടാകും. ആർത്രൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് ആദ്യം വരുന്നത് നമ്മുടെ കാലിലെ തള്ളവിരലിൻ്റെ ജോയിൻറ്റിനാണ്. അപ്പോൾ അതിന് മെറ്റാടാർസോ ഫലാഞ്ചിയൽ ജോയിൻ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ തള്ളവിരലും പാദവും കൂടെ ചേരുന്ന ആ ഭാഗത്തുള്ള ആ സന്ധിക്കാണ് മെറ്റാടാർസോ ഫലാഞ്ചിയൽ ജോയിൻ്റ് എന്ന് പറയും.
അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ സിവിയർ പെയിൻ ആയിരിക്കും, ചിലപ്പോൾ നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും, നല്ല റെഡ് കളറായിരിക്കും, നീര് വന്ന് വീങ്ങിയിരിക്കും. പിന്നെ അതിൻ്റെ തൊലിയിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, നല്ല ഷൈനിങ് ആയിരിക്കും. പിന്നെ അടുത്ത കൂടുതലായിട്ട് കണ്ടുവരുന്ന ജോയിൻറ്റുകളെന്ന് പറഞ്ഞാൽ ആങ്കിൾ ജോയിൻറ്റിൽ വരാം, പിന്നെ നീ ജോയിൻറ്റിൽ വരാം, പിന്നെ നമ്മുടെ കയ്യിൽ കൈപ്പത്തിയിലും പുട്ടിലും ഉള്ള ചെറിയ സന്ധികൾക്ക് ഇത് ബാധിക്കാം. ഇത് സാധാരണ ഇത് ബാധിക്കാത്ത 2-3 ജോയിൻറ്റുകളുണ്ട്. ഒന്ന് ഹിപ്പ് ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ്, സ്പൈൻ, ഇവിടെയൊക്കെ ഇത് സാധാരണ ഇത് ബാധിക്കാറില്ല. അപ്പോൾ ഈ ബ്ലഡിലും മറ്റുള്ള ബോഡി ഫ്ലൂയിഡിലും ഒക്കെ യൂറിക് ആസിഡ് കൂടാനുള്ള കാരണം ഒന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു, യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കുറയുന്നു. അപ്പോൾ കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്യണത് കുറയാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഒന്ന് കിഡ്നിക്ക് എന്തെങ്കിലും കിഡ്നി ഫങ്ഷൻ ഫെയിലിയർ, റീനൽ ഫങ്ഷൻ്റെ അകത്ത് എന്തെങ്കിലും പോരായ്മ. അപ്പോൾ അന്നേരം മൂത്രത്തിൽ കൂടെ ഈ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യണത് കുറേയൊക്കെ കുറയും. അതുപോലെ ചില ഡ്രഗ്സുകൾ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മൂത്രത്തിൽ കൂടെ എക്സ്ക്രീഷൻ കുറയും. അതുപോലെ തന്നെ ഈ സെൽസിൻ്റെ ലൈസിസ്, സെൽസ് നശിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് ലൈസിസ് വരുന്നത് ഈ ക്യാൻസറിനുള്ള ചില കീമോതെറാപ്പി മരുന്നുകൾ കൊടുക്കുമ്പോൾ ഈ ലൈസിസ് കൂടുതൽ വരും. അപ്പോൾ അന്നേരവും ഈ പറഞ്ഞ പോലെ സംഭവിക്കാം. അതുപോലെ തന്നെ ഈ അക്യൂട്ട് ഗൗട്ടി ആർത്രൈറ്റിസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ പേഷ്യൻറ്റിന് പനി ഉണ്ടാകാം, ലൂക്കോസൈറ്റ് കൗണ്ടുകൾ കൂടാം, അതുപോലെ ESR കൂടാം, ഇതൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ യൂറിക് ആസിഡ് കൂട്ടുന്ന ചില മരുന്നുകളെ പറ്റി പറയാം. ഏറ്റവും പ്രധാനം ആൽക്കഹോൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തൈസൈഡ് ഡയൂററ്റിക്സ്, ഈ മൂത്രം കൂടുതൽ പോകാനുള്ള ചില മരുന്നുകളാണ് തൈസൈഡ് ഡയൂററ്റിക്സ്. പിന്നെ കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ക്യാൻസറിന് കീമോതെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇത് കഴിക്കുമ്പോഴും ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടാം. അതുപോലെ തന്നെ അസ്പിരിൻ ഈ ലോ ഡോസിൽ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ യൂറിക് ആസിഡ് കൂടാം. അതുപോലെ എത്താംബ്യൂട്രോൾ എന്ന് പറയുന്നത് ഈ TBക്ക് കൊടുക്കുന്ന മരുന്നാണ്. അതുപോലെ ലിവഡോപ്പ, നിയാസിൻ, ഇതുപോലുള്ള മരുന്നുകൾ യൂറിക് ആസിഡ് കൂട്ടുന്ന ചില മരുന്നുകളാണ്. അതുപോലെ ഇനി നമുക്ക് പറയാനുള്ളത് യൂറിക് ആസിഡ് കൂട്ടുന്ന ചില ഭക്ഷണങ്ങളെ പറ്റി പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് റെഡ് മീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആട്ടിറച്ചി, പോത്ത്, എരുമയുടെയും പോത്തിൻ്റെയൊക്കെ ഇറച്ചി, പശുവിൻ്റെ കാളയുടെയൊക്കെ ഇറച്ചി, പന്നി ഇറച്ചി, ഇതെല്ലാം റെഡ് മീറ്റുകളാണ്. ഇത് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് യൂറിക് ആസിഡ് കൂടാം. പിന്നെ സീ ഫിഷിൻ്റെ അകത്ത് ഇത് നമ്മൾ എടുത്തു പറയേണ്ടത് അയല, ചാള, ട്യൂണ, നത്തോലി, കക്കയിറച്ചി, ഞണ്ട്, ഇതെല്ലാം യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുള്ള കടൽ മത്സ്യങ്ങൾ. അതുപോലെ കിഡ്നിയിൽ നിന്ന് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ കുറക്കുന്ന ചില സംഗതികളെ പറ്റി പറയാം. ഒന്ന് ഏറ്റവും പ്രധാനം റീനൽ ഫെയിലിയർ തന്നെയാണ്. പിന്നെ മിക്സെഡീമ, ഹൈപ്പർ പാരാതൈറോയിഡിസം, അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ കുറയാം. അതുപോലെ ലെഡ് പോയിസണിങ്, ഡൗൺ സിൻഡ്രോം, സോറിയാസിസ്, അതുപോലെ സിവിയർ എക്സർസൈസ്, ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുക, ടോക്സീമിയ ഓഫ് പ്രഗ്നൻസി, ഇതിലൊക്കെ ഈ യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ കുറയാം. ഇതുപോലെയൊക്കെ തന്നെ ഉള്ളൊരു പ്രശ്നമാണ് സ്റ്റാർവേഷൻ, കൂടുതൽ പട്ടിണി, അതുകൊണ്ടും യൂറിക് ആസിഡ് കൂടാം.
അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴേ ഈ നമ്മുടെ പേഷ്യൻസിന് വരുന്ന സംശയം, അപ്പോൾ ഈ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അതിൽ ധാന്യങ്ങൾ, പൾസസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ, പിന്നെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ ഇഷ്ടം പോലെ കഴിക്കാവുന്നു. അതുപോലെ തന്നെ ഈ നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സ് കഴിക്കാം. ലോ ഫാറ്റ് മിൽക്ക്, അതിൻ്റെ മിൽക്ക് പ്രൊഡക്ട്സ് കഴിക്കാം. മുട്ട കഴിക്കാം. ഇതൊക്കെ ഈ ഗൗട്ട് വരുന്ന പേഷ്യൻസിന് കഴിക്കാവുന്ന ഭക്ഷണം. അപ്പോൾ നമുക്ക് ഈ ഗൗട്ടി അറ്റാക്ക് വരണത് എന്തൊക്കെ ചെയ്യുമ്പോഴാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഗൗട്ടി ട്രിഗർ ഫുഡുകൾ, ഈ അറ്റാക്ക് വരാനുള്ള ഭക്ഷണങ്ങൾ, നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങൾ, അതുപോലെ ആൽക്കഹോൾ കഴിക്കുക, സിവിയർ എക്സർസൈസ് ചെയ്യുക, അതുപോലെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതിനും ഒരു ഗൗട്ട് അറ്റാക്ക് വരാനായിട്ട് സാധ്യതകളുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അറ്റാക്ക് വരാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ, പെട്ടെന്ന് ഈ പെയിൻ വരാനായിട്ട് ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറയും. ഇനി ഗൗട്ടിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അത് ഈ ബ്ലഡ് TCDC/ESR, പിന്നെ യൂറിക് ആസിഡ് ലെവൽ, ബ്ലഡിലെ യൂറിക് ആസിഡ് ലെവൽ. അപ്പോൾ സാധാരണ യൂറിക് ആസിഡ് ലെവൽ സ്ത്രീകളിലാണെങ്കിൽ അത് ഒരു 2.4 to 6 വരെയൊക്കെ വരാം. ആണുങ്ങളിലാണെങ്കിൽ ഒരു 3.4 to 7 വരെ വരാം. അപ്പോൾ യൂറിക് ആസിഡ് ലെവൽ, പിന്നെ എക്സ്റേ ജോയിൻറ്റ്, പിന്നെ യൂറിൻ്റെ അകത്ത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടോ, യൂറിക് ആസിഡിൻ്റെ കല്ലുകളുണ്ടോ എന്നൊക്കെ നോക്കാം. പിന്നെ നമുക്ക് ഈ ഇത് വന്ന ജോയിൻറ്റിൻ്റെ അകത്തുനിന്ന് സൈനോവിയൽ ഫ്ലൂയിഡ് എടുത്തിട്ട്, ഈ ജോയിൻറ്റിൻ്റെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതിന് സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. ആ ഫ്ലൂയിഡ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ക്രിസ്റ്റൽസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഗൗട്ടിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ മാനേജ്മെൻറ്റ് ഓഫ് ഗൗട്ട്. എങ്ങനെയാണ് നമുക്കിത് മാനേജ്? ഏറ്റവും പ്രധാനം ഈ ട്രിഗർ ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുക. ഏറ്റവും പ്രധാനം ആൽക്കഹോൾ, റെഡ് മീറ്റ്, നേരത്തെ പറഞ്ഞ കുറേ മരുന്നുകൾ, ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇതിനെ പിടിച്ചു നിർത്താം. ഇനി പറയാനുള്ളത് അക്യൂട്ട് അറ്റാക്ക് വരുമ്പോഴുള്ള ആ മരുന്നുകൾ. ഇതിലേറ്റവും സാധാരണ കൊടുക്കുന്ന ഒരു മരുന്നാണ് കോൾച്ചിസിൻ. ഇത് ചില സൈഡ് ഇഫക്ട്സ് ഉണ്ടെങ്കിലും ഇത് വളരെ എഫക്റ്റീവാണ്. പിന്നെ NSAID, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതിൽ ഇൻഡോമെത്തസിൻ കൊടുക്കാം, ബ്രൂഫൻ കൊടുക്കാം, ഓവറാൻ ഇഞ്ചക്ഷൻ വേണേൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പെയിൻ കൺട്രോൾ ചെയ്യാം. ചിലപ്പോഴും ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റീറോയിഡ് ഉപയോഗിക്കേണ്ടി വരും, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഈ പെയിൻ കൺട്രോൾ ചെയ്യാം. അത് ഒരു എല്ലാം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബ്ലഡിലെ യൂറിക് ആസിഡ് ലെവൽ കുറക്കാനുള്ള എല്ലാ മരുന്നുകൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പെയിൻ കില്ലേഴ്സായിട്ട് ഒരിക്കലും ഈ അസ്പിരിൻ പോലുള്ള മരുന്നുകൾ കൊടുക്കരുത്. അപ്പോൾ ഇനി നമ്മൾ ഈ പറയുന്നത് ഈ ബ്ലഡ് ലെവലിൽ, യൂറിക് ആസിഡിൻ്റെ ബ്ലഡ് ലെവലിൽ കുറക്കാനുള്ള മരുന്നുകളാണ്. അത് സാധാരണ ഉപയോഗിക്കുന്നത് അലോപ്യൂരിനോൾ എന്ന് പറഞ്ഞൊരു മരുന്ന്, അല്ലെങ്കിൽ ഫെബിക്സോസ്റ്റാറ്റ്. അതിന് നമ്മൾ കടയിൽ കിട്ടുന്ന ഒരു പേര് ഞാൻ പറയാം, ഫ്യൂറിക് 40 40 മില്ലിഗ്രാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറേ നാൾ, ഒരു 3 മാസമെങ്കിലും മുടങ്ങാതെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗൗട്ടിനെ പറ്റി ഒരു സാധാരണക്കാരൻ അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് കരുതുന്നു. നിങ്ങൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.